ഇറാനോടുള്ള യുദ്ധത്തിൽ ട്രംപ് തോൽക്കുന്നു. കൗതുകമുള്ള ഒരു അനാലിസിസ് ആണ്. ഉണ്ണി ബാലകൃഷ്ണൻ സാറിന്റെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെതാണ് ഈ അനാലിസിസ്. ഇറാൻ തോൽക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ വൈറലായിരുന്നു. അത് ഇറാനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ഇറാന്റെ ഭരണക്രമത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടോ അല്ല, ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ ഒരു രാജ്യത്തിന്റെയും പരമാധികാരത്തെ ലംഘിച്ച് ആ രാജ്യത്ത് കടന്നു കയറി അതിക്രമം നടത്തരുത് എന്ന ബോധ്യത്തിൽ നിന്നാണ് നമ്മുടെ മലയാളികൾക്ക് അത് ഇഷ്ടപ്പെട്ടത്. ഞാനും കൈയടിച്ചത് ആ വീഡിയോയ്ക്ക് തന്നെയാണ്. കാരണം ഇറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിൽ തല്ലി തീർത്തോളൂ, അല്ലെങ്കിൽ ശരിയായിക്കോളും. പക്ഷെ വേറൊരു രാജ്യം അനാവശ്യമായി അങ്ങോട്ട് കടന്നു ചെന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാത്ത കള്ളക്കാരണങ്ങൾ പറഞ്ഞ് യുദ്ധം ചെയ്യരുത്. അതേപോലെ അദ്ദേഹത്തിന്റെ രസകരമായ ഒരു അനാലിസിസ് ആണിത്. എനിക്ക് ആ അനാലിസിസ് ഇഷ്ടപ്പെട്ടു. ഈ യുദ്ധത്തിൽ അമേരിക്ക, കുറച്ചുകൂടെ കൃത്യം പറഞ്ഞാൽ ട്രംപ്, അമേരിക്ക അല്ല പരാജയപ്പെടുന്നത്, ട്രംപ് ആണ് പരാജയപ്പെടുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം. നമസ്കാരം. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇറാനെതിരായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധം ഇന്ന് 2 ആഴ്ച പൂർത്തീകരിച്ചിരിക്കുകയാണ്. 14 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ അമേരിക്ക തോറ്റുപോയിരിക്കുന്നു എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. ഇതൊരു പ്രിമച്യൂർ സ്റ്റേറ്റ്മെന്റ് ആണ്, അപക്വമായ ഒരു പ്രസ്താവമാണ് എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. കേട്ടോ, കാരണം എന്താണ്? യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധമധ്യേ വെച്ച് ഒരു രാജ്യം തോറ്റുപോയിരിക്കുന്നു എന്ന നിരീക്ഷണമാണ് സർജിക്കൽ സ്ട്രൈക്ക് മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ്? കറേജസ് ആയ നിരീക്ഷണമാണ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. മുന്നോട്ട് വെക്കാൻ കഴിയുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു സംശയവും നമുക്ക് ആർക്കുമില്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. എന്ന് മാത്രവുമല്ല, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും അമേരിക്ക തന്നെയാണ്. അവരുടെ വാർ ടെക്നോളജി എന്ന് പറയുന്നത്, യുദ്ധ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ലോകത്ത് ഒരു രാജ്യത്തിനും കിടപിടിക്കാൻ കഴിയാത്ത അത്ര വിധം ആധുനികമാണ്. അമേരിക്ക ഒരു വാർ എക്കോണമിയും കൂടെയാണ്, അതായത് യുദ്ധങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന ഒരു എക്കോണമി. മാത്രവുമല്ല, യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി അമേരിക്ക വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിനും അമേരിക്കയോട് നേരിട്ട് യുദ്ധം ചെയ്ത് അമേരിക്കയെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ യുദ്ധം ജയിക്കുന്നത് എപ്പോഴും ആയുധ ബലം കൊണ്ട് മാത്രമല്ല. കേട്ടോ, അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത്. അമേരിക്കയുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര ചെറിയ രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. വിയറ്റ്നാം എന്ന് പറയുന്ന അമേരിക്കയുടെ 30-1 ഇല്ലാത്ത, അമേരിക്കയുടെ 100-1 സൈനിക ശേഷി ഇല്ലാത്ത രാജ്യം വിയറ്റ്നാം ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്ത് പറ്റി? 20 വർഷവും പല ട്രില്യൺ ഡോളറും അമേരിക്ക ചെലവാക്കി ആയിരക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവിതം കളഞ്ഞിട്ട് അമേരിക്ക തോറ്റോടി. എത്ര വർഷമാണ് അമേരിക്ക അവിടെ യുദ്ധം ചെയ്തത്? ഇത് അമേരിക്ക വിയറ്റ്നാമിനെ വിഴുങ്ങാൻ പോകുന്നു എന്നാണ് ലോകം കരുതിയിരുന്നത് എങ്കിൽ ആ എല്ലാ തരത്തിലുള്ള പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് വിയറ്റ്നാം കരുത്തുറ്റ പ്രതിരോധം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവിടുന്ന് തോറ്റോടി മടങ്ങുകയായിരുന്നു അമേരിക്ക ചെയ്തത്. അപ്പോൾ യുദ്ധം എപ്പോഴും മാത്രം ജയിക്കാൻ കഴിയില്ല, മറിച്ച് തന്ത്രങ്ങൾ കൊണ്ട് യുദ്ധം ജയിച്ചിട്ടുള്ള ചെറിയ രാഷ്ട്രങ്ങളുമുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. കേട്ടോ, ഇറാൻ വലിയ തന്ത്രമാണ് അമേരിക്കക്കെതിരായി മെനഞ്ഞത്. അത് ഓരോ ഘട്ടത്തിലും വിജയം വരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്? നോക്കൂ, ഒന്നാമത്തെ കാര്യം, എന്തിനായിരുന്നു ഈ യുദ്ധം? അമേരിക്ക എന്താണ് ലോകത്തോട് പറഞ്ഞത്? നോക്കൂ, ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അപരിഷ്കൃത ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെ മാറ്റി ഒരു അപരിഷ്കൃതം എന്ന് മാത്രമല്ല, റിലീജിയസ് ലുനറ്റിക്സ്, മതഭ്രാന്തന്മാരുടെ ഭരണകൂടമാണ്. ആധിപത്യ ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരണം. ആ ഉത്തരവാദിത്വം എന്ന് എന്റെ അഭിപ്രായം കേട്ടോ, എന്നാണ് അമേരിക്ക പറഞ്ഞതെന്ന് പറഞ്ഞത്. എടുക്കുകയാണ് അമേരിക്ക. അതിന്റെ ഭാഗമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ സെക്രട്ടറി പറഞ്ഞത്, മാർക്ക് റുബിയോ പറഞ്ഞത്. മാധ്യമ സമ്മേളനത്തിൽ വെച്ചാണ് കേട്ടോ അദ്ദേഹം ലോകത്തോട് ഈ പ്രഖ്യാപനം നടത്തിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ശരിയാണ്, യുദ്ധത്തിന്റെ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമനേയി കൊല്ലപ്പെട്ടു. ഖമനേയി മാത്രമല്ല, അദ്ദേഹത്തിന്റെ പല കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ആരാണ് ഈ ഖമനേയി എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു മതമേധാവിയാണ്. അദ്ദേഹം ഇറാൻ ഭരണകൂടത്തിന്റെ നേതാവൊന്നുമല്ല. അതിനവിടെ ഒരു ഭരണകൂടമുണ്ട്, ഒരു പ്രസിഡന്റുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖമനേയി തന്നെയായിരുന്നു. ഖമനേയി ഖുറാന്റെ ശാസ്ത്രങ്ങൾ അനുസരിച്ച് ഭരണം നടത്തുന്ന ഒരാളാണ്. എന്ന് മാത്രവുമല്ല, ഖമനേയിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കേട്ടോ, അദ്ദേഹം അണ്വായുധങ്ങൾക്കെതിരായിരുന്നു. ആലോചിച്ച് നോക്കുക, അണുവായുധങ്ങൾക്കെതിരായിരുന്ന, അണുവായുധങ്ങൾ ഖുറാനെതിരാണെന്ന് പറയുന്ന, അണുവായുധങ്ങൾ പ്രയോഗിക്കരുതെന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് അവർ ആദ്യം കൊന്നത്. ഈ അണുവായുധങ്ങൾ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ന് മാത്രവുമല്ല, അത് ഇസ്ലാം മതം അനുസരിച്ച് ഹറാമാണെന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു അറബ് രാജ്യവും അണുവായുധം പ്രയോഗിക്കാൻ തയ്യാറാകരുത് എന്ന് 1990 തന്നെ പ്രഖ്യാപിച്ച, അണുവായുധങ്ങൾക്കെതിരായിട്ട് ഫത്വ പ്രഖ്യാപിച്ച നേതാവായിരുന്നു ഖമനേയി. ആ അർത്ഥത്തിൽ ലോകം ഒരു സമാധാന ദൂതനായി കൂടി ഖമനേയി കണ്ടിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, മേധാവിയായിരിക്കുമ്പോഴും
യാഥാസ്ഥിതികനായിരിക്കുമ്പോഴും അദ്ദേഹം ഒരു മോഡറേറ്റ് ആയ നേതാവാണ് എന്നുകൂടി ലോകം അംഗീകരിച്ചിട്ടുണ്ട്. ആ നേതാവാണ് യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ കൊല്ലപ്പെട്ടത്. പകരം ആരാണ് അധികാരത്തിൽ വന്നത്? അദ്ദേഹത്തിന്റെ മകനാണ് അധികാരത്തിൽ വന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മുസ്തഫ ഖമനേയി എന്നാണ്. ആരാണ് ഈ മുസ്തഫ ഖമനേയി? നോക്കൂ, ഞാൻ സൂചിപ്പിച്ചതുപോലെ അയത്തുള്ള അലി ഖമനേയിയുടെ മകനാണ്. പക്ഷെ അദ്ദേഹം ഒരു മതമേധാവിയല്ല, തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. കേട്ടു, അരങ്ങിലില്ലാത്ത ഒരാളാണ്, അണിയറയിൽ നിന്ന് ചരട് വലിക്കുന്ന ഒരാളാണ്. ഇറാന്റെ ഈ സൈനിക ശക്തി മുഴുവനും എല്ലാ ഓർഡറും സ്വീകരിക്കുന്നത് മുസ്തഫ ഖമനേയിൽ നിന്നായിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് എല്ലാ നിർദ്ദേശങ്ങളും ഓർഡറുകളും, അതായത് സ്പിരിച്വൽ ആയ ഒരു പേഴ്സണെ മാറ്റി പൊളിറ്റിക്കൽ ആയ ഒരു പേഴ്സണെ കൊണ്ടുവന്നു. അതാണ് അമേരിക്ക ഇതുവരെ ചെയ്തതിലെ ഏക സ്വീകരിച്ചിട്ടുള്ളത് ഗുണം. ഈ പറയുന്ന മുസ്തഫ ഖമനേയിൽ നിന്നായിരുന്നു. എന്ന് മാത്രവുമല്ല, എപ്പോഴൊക്കെ ഇറാനിൽ ഈ പറയുന്ന വിമത പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ പ്രക്ഷോഭത്തെ നിർദ്ദയം അടിച്ചമർത്തിയിട്ടുള്ള നേതാവ്. അതും ശരിയല്ല. ഇറാനില് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളത് കാണാതിരിക്കരുത്. അവിടെ ഈ മറ്റേ മത പോലീസ് പെൺകുട്ടി മറ്റേ തട്ടം തെറ്റായിടുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെ ശിക്ഷയൊക്കെ നടപ്പാക്കി, തികച്ചും തെറ്റാണ്. ഇവിടെയാണ് നമുക്കൊരു ബാലൻസ് പിടിക്കേണ്ടത്. മതവിശ്വാസവും ഈശ്വരവിശ്വാസവും സമുദായ വിശ്വാസവും എല്ലാം വേണം, എന്നാൽ ഓവർ ആക്കരുത്. ഓവർ ആകുന്നതിന്റെ വര, ആ ലക്ഷ്മണരേഖയാണ് പ്രധാനം. അങ്ങനെ ഇറാനിന്റെ ഉള്ളിൽ നടന്ന ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ, കുറെയൊക്കെ അമേരിക്ക സപ്പോർട്ടഡ് ആണ്, എന്നിരുന്നാൽ പോലും അത്തരം പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യരുത്, അല്ലെങ്കിൽ വെടികൊണ്ട് അടിച്ചമർത്തരുത്. ആശയപരമായി എതിരുന്നതിൽ പ്രശ്നമല്ല, പക്ഷെ അടിച്ചമർത്തുന്നത് ശരിയല്ല. തന്നെയാണ് മുസ്തഫ ഖമനേയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരങ്ങത്തില്ല, പക്ഷേ അണിയറയിൽ വളരെ സജീവമായിരുന്നു അദ്ദേഹമാണ് കേട്ടോ ഇപ്പോൾ ഇസ്ലാമിന്റെ പരമോന്നത നേതാവായിട്ട് വന്നിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഖമനേയിയെ കുറിച്ച് നേരത്തെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്? അയാൾ ഒരു സാമ്രാജ്യത്വ വിരോധിയാണ്, അയാൾ അമേരിക്കക്കെതിരാണ്, അയാൾ അണ്വായുധം നിർമ്മിക്കുന്ന നേതാവാണ്, അതുകൊണ്ട് അയാളെ ഈ വീഡിയോ ഫുള്ള് കാണണം. നല്ല വീഡിയോ ആണ്. ഞാനിപ്പം ഒരു പരിപാടിക്ക് വേണ്ടി കോഴിക്കോട് വന്നിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാനാണ് ഈ യുദ്ധം നടത്തുന്നത്. ഇതിലെ പ്രധാന 1-2 പോയിന്റുകൾ കൊണ്ടെടുക്കാം. നോക്കൂ, എന്താണ് നിങ്ങളുടെ പദ്ധതി? അവിടെ ആരെയാണ് നിങ്ങൾ അവിടുത്തെ നേതാവായി കണ്ടുവച്ചിരിക്കുന്നത്? എന്ത് ബദൽ സംവിധാനമാണ് ട്രംപ് ഭരണകൂടം ഇറാനിൽ ഉണ്ടാക്കാൻ? പഴയ ഇറാനിലെ ഷായെ കൊണ്ടുവരാനാണ് പ്രതീക്ഷ. ഷായ്ക്ക് അവിടെ കാലുകുത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പോകുന്നത് എന്നാണ് ചോദിച്ചത്. ട്രംപ് ഭരണകൂടത്തിന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുട്ടുമടക്കി പോയി ട്രംപ് ഭരണകൂടം. ഇനിയിപ്പോ ഖമനേയി എന്ന് പറയുന്നത്, അതായത് ഈ മുസ്തഫ ഖമനേയി ഉണ്ടല്ലോ, ആ മുസ്തഫ ഖമനേയി വലിയ പ്രതികാരദാഹിയായിരിക്കും എന്ന കാര്യത്തിൽ എന്താ തർക്കം? നോക്കൂ, കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ അച്ഛനാണ്, അദ്ദേഹത്തിന്റെ അമ്മയാണ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കൊല്ലപ്പെട്ടു, അവരുടെ മക്കൾ കൊല്ലപ്പെട്ടു. ആ രീതിയിൽ ഒരു കുടുംബം തന്നെ വൈപ്ഡ് ഔട്ട് ആയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ മുറിവേറ്റൊരു സിംഹമാണ് കേട്ടോ മുസ്തഫ ഖമനേയി എന്ന് പറയുന്നത്. നിശ്ചയമായും അദ്ദേഹം ആ പ്രതികാരം അടക്കി വെക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ എന്തായിരുന്നു അമേരിക്ക യുദ്ധത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞത്? അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരണം. അതായത് ഇറാൻ ഓൾറെഡി എത്ര ഹാർട്ട് ലൈൻ എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു, അമേരിക്കയുടെ കണ്ണിൽ അതിനേക്കാൾ കൂടുതൽ ഹാർട്ട് ലൈൻ ആയ ഒരു റെജീം വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ആ സംഘർഷങ്ങളെല്ലാം ഇറാനുകാർ ഇപ്പോൾ മറന്നിരിക്കുകയാണ്. അവർ ഒറ്റക്കെട്ടായും തമ്മിൽ വലിയ സംഘർഷമായിരുന്നു. ആ സംഘർഷങ്ങളെല്ലാം ഇറാനുകാർ മാത്രവുമല്ല കേട്ടോ, അവിടെ ഷിയയും സുന്നിയും തമ്മിൽ വലിയ സംഘർഷമായിരുന്നു. ആ സംഘർഷങ്ങളെല്ലാം ഇറാനുകാർ ഇപ്പോൾ മറന്നിരിക്കുകയാണ്. അവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ആ അർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന, കൂടുതൽ ഭീഷണിയായിട്ടുള്ള ഒരു ഭരണമാറ്റമാണ് ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് അമേരിക്ക അനുഭവിച്ചിരിക്കുന്ന, നേരിട്ടിരിക്കുന്ന ഒന്നാമത്തെ തോൽവി എന്ന് പറയുന്നത്. അതായത് ഇറാനിന്റെ ഉള്ളിൽ അവരുടെ സെക്ടേറിയൻ പ്രശ്നങ്ങളുടെ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ, പക്ഷെ അത് മറന്ന് ഇറാൻ ജനത ഒരുമിച്ച് അമേരിക്കക്കെതിരെയായി എന്നുള്ള സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആണ് അടുത്തത്. ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്? പ്രധാനം. ഗൾഫ് രാജ്യങ്ങളുമായി അതിശക്തമായ ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. നോക്കൂ, ഗൾഫ് രാജ്യങ്ങൾ അവരുടെ എണ്ണ വിൽക്കുമ്പോൾ പകരമായി അവർ ആവശ്യപ്പെടുന്നത് അമേരിക്കൻ ഡോളറാണ്. ആ അർത്ഥത്തിൽ പെട്രോ ഡോളർ എന്നാണ് അമേരിക്കൻ ഡോളർ അറിയപ്പെടുന്നത്. അങ്ങനെ അമേരിക്കയെ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നിലനിർത്തുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പങ്കാണുള്ളത് കേട്ടോ. പകരം അമേരിക്ക ഉറപ്പാക്കി കൊടുത്തിരിക്കുന്നത് ഓരോ ഗൾഫ് രാജ്യത്തിന്റെയും സുരക്ഷയാണ്. ആ വാക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നേ ഓരോ ഗൾഫ് രാജ്യവും അവരുടെ മണ്ണിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി നൽകിയത്. പക്ഷേ ഈ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? ഇറാൻ ഇസ്രയേലിനെ മാത്രമല്ല ആക്രമിച്ചത്, ഓരോ ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കയുടെ സൈനിക താവളങ്ങളെയും ആക്രമിച്ചു. അതോടുകൂടി ഗൾഫ് രാജ്യങ്ങളിൽ വലിയ അശാന്തി ഉണ്ടായി. കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു സുപ്രധാനമായ വാർത്തയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കൾ ഇപ്പോൾ ഒരു ടെലിഫോൺ സംഭാഷണം ഈ പറയുന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയിട്ടുണ്ട്. എന്തിനാണ് പുടിനെ ഗൾഫിൽ നിന്നുള്ള നേതാക്കൾ വിളിക്കുന്നത്? നോക്കൂ, ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ ചേരിയിലാണല്ലോ, അവർക്ക് യാതൊരു ബന്ധവും റഷ്യയുമായിട്ടില്ലല്ലോ. എന്താണ് ഗൾഫ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്? ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതിലൂടെ എണ്ണ വ്യാപാരം നടത്താനായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെ വരുമാനം നിലച്ചിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭക്ഷണം എത്തുന്നതും ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അപ്പോൾ ഇതാ ഭക്ഷണവും ഇങ്ങോട്ട് എത്താത്ത സ്ഥിതിയാണ്. ചുരുക്കത്തിൽ വലിയ ഭക്ഷ്യപ്രതിസന്ധിയും ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ്. ആ അർത്ഥത്തിൽ വരുമാനവും നഷ്ടപ്പെടുന്നു, ഭക്ഷ്യക്ഷാമവും ഉണ്ടാകാൻ പോകുന്നു. ആ പ്രതിസന്ധിയെയാണ് ഗൾഫിലെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഒരു 10 മിനിറ്റ് കറണ്ട് പോയാൽ ദുബായ് തീരുമെന്നാണ്.
അതായത് നമുക്ക് എല്ലാം ഇഷ്ടമുള്ളതാണ് ദുബായ്, നമ്മുടെ കൂടെ എന്താ ഒരു കർമ്മഭൂമിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ മലയാളികൾ പലപ്പോഴും വർക്ക് ചെയ്യുന്നതാണ് യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ കറണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവിടുത്തെ ജീവിതം തന്നെ സ്തംഭിക്കും. ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഈ അമേരിക്കക്കാരനുമല്ല, ട്രംപിന്റെയും ഇസ്രായേലിലെ ട്രിഗർ ഹാപ്പി ആയ കുറെ ആൾക്കാരുടെയും നെതന്യാഹുവിന്റെയും ഒക്കെ യുദ്ധഭ്രാന്ത് കാരണം. എത്ര ജനങ്ങളാണ് ഇവരുടെ യുദ്ധഭ്രാന്ത് കാരണം സഹിക്കുന്നത്? രാജ്യങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ആ സാഹചര്യത്തിലാണ് കേട്ടോ ഈ ഗൾഫിലെ നേതാക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് റഷ്യയും അതുപോലെ തന്നെ ചൈനയുമാണ്. അതിൽ തന്നെ റഷ്യയാണ് ഏറ്റവും. റഷ്യയും ചൈനയും കൂടുതൽ അവരോട് അടുക്കുകയും റഷ്യക്കും ചൈനയ്ക്കും കൂടുതൽ സ്ഥാനം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവസാനിപ്പിക്കണമെന്ന അവരുടെ ഇസ്രായേലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അതേപോലെ ഒരു പുതിയ വാർത്ത വന്നത് സൗത്ത് കൊറിയയിലൊക്കെ ഉള്ള താഡ് അടക്കമുള്ള അമേരിക്കയുടെ യുദ്ധ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. എത്ര രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ ട്രംപിനെ പോലുള്ള ഈ സമനില തെറ്റിയ ആൾക്കാരും നെതന്യാഹും ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതമാണ് ഒരു പന്താണ് ചെയ്തത്. വാർത്തത്തിൽ സ്വന്തം വിമാനത്താവളങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലും അമേരിക്ക നിർവഹിച്ചിട്ടില്ല. അക്കാര്യത്തിൽ വലിയ പരാതിയാണ് ഗൾഫ് രാജ്യം. അതായത് അമേരിക്കയുടെ ബേസുകൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ ബേസുകളെ ഒന്നും സുരക്ഷിതമാക്കിയില്ല. ചെന്ന് 3-4 ദിവസത്തിനകം റെജീം ചേഞ്ച് നടത്തിയിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. എന്തൊക്കെ അബദ്ധമാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഉള്ള ആരും ഇത് ചെയ്യില്ല. പക്ഷേ ഇത് ലാക്ക് ഓഫ് ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ ഇത് ചെയ്യും. ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് ഗൾഫിൽ നിന്ന് കൂടി വെല്ലുവിളി ഉയർന്നിരിക്കുന്നു. ആ അർത്ഥത്തിൽ അമേരിക്ക രണ്ടാമത്തെ പ്രതിസന്ധിയെ നേരിട്ടിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ തോൽവിയുടെ കാരണമായിട്ട് സർജിക്കൽ സ്ട്രൈക്കിനെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അമേരിക്ക തോറ്റു എന്ന് പറയുന്നതിന് ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. നോക്കൂ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് 2 തരത്തിലുള്ള പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആഭ്യന്തര പ്രതിസന്ധിയാണ്, രണ്ടാമത്തത് അന്താരാഷ്ട്ര പ്രതിസന്ധിയാണ്. നമുക്കറിയാമല്ലോ, വലിയ എണ്ണക്ഷാമത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ നമ്മുടെ നാട്ടിലെ LPG ഹോട്ടലുകളൊക്കെ അടച്ചു തുടങ്ങി ഇവരുടെ യുദ്ധഭ്രാന്തിന് വേണ്ടിയിട്ട്. ക്ഷാമത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇറാനുമായി അമേരിക്ക നടത്തിയിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. LPG കിട്ടാനില്ല, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഏത് സമയത്തും വർദ്ധിക്കാം. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന്റെ ആലോചനയിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ. അപ്പോൾ ആഗോള പ്രതിസന്ധിയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങേയറ്റം വലിയ രൂക്ഷമായ ഇന്ധന പ്രതിസന്ധിയിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ലോകത്തെ ഒരു പ്രതിസന്ധിയിലാക്കിയ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. ആ അർത്ഥത്തിൽ അമേരിക്കയുടെ സോഫ്റ്റ് പവർ ഭയങ്കരമായി കുറയുക. അമേരിക്കയുടെ ക്രെഡിബിലിറ്റി, സോഫ്റ്റ് പവർ, ലൈക്കബിലിറ്റി ഇതൊക്കെ വളരെയധികം കുറയുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകരാഷ്ട്രങ്ങൾ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഉള്ളിലെ വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും ഒരുപോലെ ഈ യുദ്ധത്തിനെതിരാണ്. അമേരിക്കയിലെ ടക്കർ കാൾസൺ അടക്കമുള്ള റൈറ്റ് ലീനിങ് ആയിട്ടുള്ള എല്ലാവരും, ചാഡ് ഓവൻസ് അടക്കമുള്ള എല്ലാവരും അതിശക്തമായിട്ട് ഇതിനെതിരെ വരികയാണ്. ഇനി മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആഭ്യന്തരമായിട്ട് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഈ ഇന്ധന പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ബാധകമാണല്ലോ. അവിടെ ഇന്ധനക്ഷാമമുണ്ട്, അത് വലിയ വിലക്കയറ്റത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇനി അത് മാത്രവുമല്ല കേട്ടോ, ഈ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ എന്തിനാണ് അമേരിക്ക പങ്കാളിയായിരിക്കുന്നത്? അതാണ് അതിലെ പോയിന്റ്. ഇസ്രായേൽ നടത്തുന്ന യുദ്ധമാണ്. എന്തിനാണ് അമേരിക്ക പങ്കാളിയാകുന്നത്? ഇസ്രായേൽ ആക്രമിക്കാൻ തീരുമാനിച്ചു, അപ്പൊ അമേരിക്ക കൂടെ ചേരാൻ തീരുമാനിച്ചത് എന്ത് തരം അടിമത്ത മനോഭാവമാണ്? എവിടെയാണ് ഇത്? നമ്മളാരും പറയുന്നതല്ല, അമേരിക്കക്കാർ തന്നെ പറയുന്നതാ. അതായത് ഇസ്രായേൽ ആക്രമിക്കാൻ എന്തായാലും തീരുമാനിച്ചപ്പോ നമ്മളും കൂടെ ആക്രമിച്ചേക്കാന്ന് വിചാരിച്ചു എന്നൊരു ചോദ്യം അമേരിക്കൻ ജനത ഉയർത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാർ അരക്ഷിതരായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അനാവശ്യമായ ഒരു യുദ്ധത്തിലേക്കാണ് അമേരിക്കയെ ട്രംപ് നയിച്ചിരിക്കുന്നതെന്നാണ് 80% അമേരിക്ക. ഇറസ്പോൺസിബിൾ വാർ. എല്ലാ വാറും ഇറസ്പോൺസിബിൾ ആണ്, പക്ഷേ ഇത് മോർ ഇറസ്പോൺസിബിൾ വാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 പ്രതിസന്ധികളെയാണ് ട്രംപ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ. കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിനെ ട്രംപും വിളിച്ചിട്ടുണ്ട് ടെലിഫോണിൽ. 1 മണിക്കൂറാണ് ട്രംപ് പുടിനുമായി ചർച്ച നടത്തിയത്. അത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയാനായിരുന്നില്ല, മറിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഒരു സമവായം ഉണ്ടാക്കണമെന്ന അഭ്യർത്ഥനയാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയെ ശ്രമിക്കുന്നുണ്ട്, ഇന്ത്യയും ബ്രിക്സ് രാജ്യങ്ങളും എല്ലാം ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇതിന്നൊരു ഫേസ് ഔട്ട് വേണമെന്നുള്ളതാണ് സത്യം. അമേരിക്കൻ സൈനികർ അവിടെ ബൂട്ട് ഓൺ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ റെജീം ചേഞ്ച് പോസിബിൾ ആകുള്ളൂ. അല്ലെങ്കിൽ അവിടെ റെജീം ചേഞ്ച് പോസിബിൾ ആകില്ല. പരമാവധി നാശനഷ്ടം ഉണ്ടാക്കാം. അമേരിക്കയ്ക്ക് എയർ പവർ ഭയങ്കരമായിട്ട് കൂടുതലാണ്, പക്ഷെ അടിസ്ഥാനപരമായ ഭരണമാറ്റം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ കുറെ ആൾക്കാരെയും കൂടെ കൊല്ലാം. ഇങ്ങനെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഒരു ലക്ഷ്യബോധം ഇല്ലാതെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക. 160 പെമ്പിള്ളാരെ, കൊച്ചു പെമ്പിള്ളാരെ കൊന്നതുപോലെ. പക്ഷെ അതിനപ്പുറം ഒരു ലവ്സും ഇല്ല. സ്വാഭാവികമായും പുടിന് എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ഈ നിമിഷവും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. അമേരിക്കയാണ് യുദ്ധം തുടങ്ങിയത്, പക്ഷെ ഇറാനാണ് പറയുന്നത് ഞങ്ങൾക്ക് ചർച്ച വേണ്ട.
ആ അർത്ഥത്തിൽ വലിയൊരു കെണിയിലാണ് ഇപ്പോൾ ട്രംപ് പെട്ടിരിക്കുന്നത്, അമേരിക്ക പെട്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടൽ നടത്തി ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുമോ എന്നാണ് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്കൻ ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അറ്റാക്ക് നടത്തിക്കൊണ്ട് ഒരു വിജയം പ്രഖ്യാപിച്ച് പിൻവാങ്ങാം എന്നാണ് കഴിഞ്ഞ ദിവസം വരെ ട്രംപ് കണക്കൂട്ടിയിരുന്നത്. പക്ഷെ ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ആക്രമിച്ചാൽ ആക്രമണം ഇനി കൂടുതൽ ശക്തിപ്പെടുത്താൻ പോകുന്നത് ഗൾഫ് മേഖലയിലേക്കായിരിക്കും. നമ്മുടെ മലയാളികളെ വരെ ബാധിക്കും. നമ്മുടെ എത്രയോ പേര് അവിടെ ജോലി ചെയ്യുകയാണ്, എത്രയോ പേരുടെ ജീവിതം അവിടെയാണ്. എന്തൊരു അവരുടെ ഓയിൽ റിഫൈനറിയിലേക്കായിരിക്കും, അവരുടെ വെള്ളം ശുദ്ധീകരണ പ്ലാന്റുകളിലേക്കായിരിക്കും, അവരുടെ ഇലക്ട്രിക് പ്ലാന്റുകളിലേക്കായിരിക്കും. ആ രീതിയിൽ ഗൾഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ആക്രമണത്തെ വികസിപ്പിക്കുക എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അതിജീവനത്തിന്റെ യുദ്ധമാണ്. അതുകൊണ്ട് അവർ പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഈ അർത്ഥത്തിൽ 3 കാരണങ്ങളാൽ തന്നെ അമേരിക്ക ഇപ്പോൾ ഈ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നോക്കൂ, അമേരിക്ക ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്. ട്രംപിന്റെ പ്രതിച്ഛായ നഷ്ടമായിരിക്കുകയാണ് ലോകത്തും അതുപോലെ തന്നെ അമേരിക്കയ്ക്കുള്ളിലും. ആ അർത്ഥത്തിൽ പരിപൂർണ തോൽവിയിലേക്ക് അമേരിക്ക ഈ യുദ്ധത്തിൽ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ നിരീക്ഷണം. ആ നിരീക്ഷണം എല്ലാ രാജ്യത്തിനും ഒരു സോഫ്റ്റ് പവർ ഉണ്ട്. സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ധാർമ്മികമായ പവർ, അവർക്ക് കിട്ടുന്ന റെസ്പെക്ട്, ഇഷ്ടം, ഇതെല്ലാം അമേരിക്കയ്ക്ക് തീർന്നു. അമേരിക്ക എന്ന രാഷ്ട്രം യഥാർത്ഥത്തിൽ ലോകത്തിന് മുമ്പിൽ നാണം കിട്ടുന്നത് അമേരിക്കക്കാരുടെ പ്രശ്നം കൊണ്ടല്ല, ട്രംപ് പോലുള്ള ആൾക്കാരുടെ പ്രശ്നം കൊണ്ടാണ്. യുദ്ധത്തിൽ എല്ലാവരും തോക്കുക, അത് ഓർക്കണം. യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും ഇസ്രായേലും എല്ലാവരും തോക്കുകയാണ്. സാധാരണ ജനങ്ങളാണ് മരിക്കുന്നത്. യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. യുദ്ധമല്ല, തർക്കങ്ങളൊക്കെ ഉണ്ടാകും. സമാധാനത്തിലൂടെ പറഞ്ഞ്, ഡിപ്ലോമസിയും ഡയലോഗിലൂടെയും പറഞ്ഞ് പരിഹരിക്കുന്നതാണ് ലോകത്തിന് വേണ്ടത്. എന്തായാലും ഈ അന്യായം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, ഈ തൊല്ല അവസാനിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.